അങ്ങനെ വിഷമിക്കാനൊന്നുമില്ലമ്മേ. ഒരു 5-6 ആഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ, എല്ലാം ശരിയാവും. രേവതിയുടെ അവസ്ഥ ഓർത്ത് വിഷമമുണ്ട്. ചിലരെയൊക്കെ കൂടുതൽ അറിയുമ്പോ അതിനേക്കാളും വിഷമം കൂടുന്നു രവി. രേവതിയെ നോക്കേണ്ടി വരുവോ, വീട്ടുജോലി ചെയ്യേണ്ടി വരുവോ എന്ന് ഭയന്ന് നിന്റെ ഭാര്യ തീർത്ഥാടനത്തിന് പോയി. അവളുടെ ചെറിയൊരു അവതാരം തന്നെയാണ് ശ്രുതി എന്ന് എനിക്കിപ്പൊ തോന്നുന്നു. അവള് കണ്ടെത്തിയ മരുമകളല്ലേ. 3 മരുമക്കളിൽ ഏറ്റവും സ്നേഹം അവക്ക് ശ്രുതിയോടാ. അങ്ങനെയൊക്കെയല്ലേ വരൂ. ഈ വീട്ടിലെ 3 മരുമക്കളും 3 തരക്കാരാ. 3 പേരെ ഞാൻ ഒരുപോലെയാ കണ്ടിരുന്നത്. അങ്ങനെയാണല്ലോ വേണ്ടത്. എന്നാലും നമ്മളറിയാതെ നമ്മുടെ മനസ്സില് അവരെക്കുറിച്ച് വേർതിരിവുണ്ടാവും. ചിലരെ കൂടുതൽ സ്നേഹിക്കുകയും ചിലരെ കുറച്ച് സ്നേഹിക്കുകയും മറ്റു ചിലരെ വെറുക്കുകയും ചെയ്യും. അതിന് കാരണം ആ മക്കളുടെ സ്വഭാവവും പെരുമാറ്റവും ഒക്കെയാ. ഇവിടെ വന്നു കയറിയ പെണ്ണുങ്ങളിൽ രേവതിയെ മറ്റാരുമായും താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ല. കുടുംബം നോക്കാനും കച്ചവടം ചെയ്യാനും ഒക്കെ മിടുമിടുക്കി അവള്. സച്ചിയെ നേർവഴിക്ക് നടത്തി ഒരാട്ടിൻകുട്ടിയെപ്പോലെ മെരുക്കാൻ അവക്ക് പറ്റി. നമുക്ക് കിട്ടിയ ഭാഗ്യമാണ് അവള്. ഒരു കുടുംബം നോക്കി നടത്താൻ അറിയാത്തത് കൊണ്ടും അവളുടെ ജോലിയിൽ ഒരുപാട് തിരക്കുകളുള്ളതുകൊണ്ടും വേണ്ട വിധം ചുമതലകൾ ഏറ്റെടുക്കാൻ അവൾക്ക് പറ്റുന്നില്ല. വലിയ വീട്ടിൽ ജനിച്ചു വളർന്നതിന്റെ ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും അമ്മയവക്ക് നമ്മളോട് സ്നേഹത്തിന് കുറവൊന്നുമില്ല. രേവതി മോളെന്ന് വെച്ചാൽ അവക്ക് ജീവനാ. ഒരു സ്വന്തം ഒരു ചേച്ചിയെ പോലെ തന്നെ അവള് രേവതിയെ കാണുന്നേ. ചന്ദ്ര രേവതിയെ എന്തെങ്കിലും പറഞ്ഞ രേവതി മിണ്ടാതിരിക്കും. പക്ഷേ വർഷയ്ക്ക് ഇഷ്ടാവില്ല. അവളെ ചന്ദ്രയ്ക്ക് നല്ല ചുട്ട മറുപടി കൊടുക്കും. പക്ഷെ ഇവിടത്തെ മൂത്ത മരുമകള് ശ്രുതി, അവളുടെ മനസ്സത്ര നല്ലതല്ല. ശ്രുതി പണ്ടേ സ്വാർത്ഥന. അമ്മ പറഞ്ഞതുപോലെ ശ്രുതിയുടെ മനസ്സത്ര ശരിയല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പെട്ടെന്ന് അമ്മ ഇങ്ങനെ എന്നോട് പറയാൻ എന്താ കാര്യം? ശ്രുതി സംസാരിക്കുന്നതേ ഞാൻ കേട്ടിരുന്നു. അങ്ങനെ എന്നെ അസിസ്റ്റന്റ് ആക്കിയിട്ടേ അച്ഛമ്മ സന്തോഷിക്കണ്ട. ഞാനിവിടെ നിന്നാ അച്ഛമ്മ എന്നെ ഇവിടുത്തെ ജോലി എല്ലാം ചെയ്യിപ്പിക്കും. എനിക്ക് പണി തരുന്നു തീർച്ചയാ. നാളെ കട അവധിയാണെന്ന് ശ്രുതി ആരോടും പറയണ്ട. പതിവ് പോലെ ശ്രുതി കടയിലേക്കും ഞാൻ പാർലറിലേക്കും ഇവിടെ നിന്ന് ഇറങ്ങാം. എന്നിട്ട് നമുക്കൊരു സിനിമയൊക്കെ കണ്ട് ഔട്ടിങ്ങിനൊക്കെ പോയി രാത്രിയാകുമ്പോ തിരിച്ചു വന്നാൽ മതി. കൊള്ളാലോ രണ്ടുപേരും. വ്രതമെടുത്ത കുറച്ചുനാൾ ഒഴിച്ച് അവൾ ഈ വീട്ടിലെ അടുക്കളയിൽ കയറിയിട്ടില്ല. ഇത്രയും കാലം അവരെയൊക്കെ നോക്കിയത് നമ്മുടെ രേവതി മോള. ഒരു ദിവസം പോലും രേവതി മോൾക്ക് വേണ്ടി ചെലവാക്കാൻ അവർക്കൊന്നും പറ്റില്ല അല്ലേ? നമുക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട. ഈ ഒരു അവസ്ഥയിലെങ്കിലും രേവതി മോൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു. വല്ലാത്തൊരു മനസ്സ് തന്നെ അവളുടേത്. അവരുടെ കള്ളക്കളിയെ എന്റെ അടുത്ത് നടക്കില്ല. നാളെ അവൾ എങ്ങും പോവില്ല. ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും. എല്ലാ ജോലിയും ഞാൻ അവളെ കൊണ്ട് ചെയ്യിക്കും. അത്രയ്ക്ക് സൂത്രം പാടില്ലല്ലോ. എന്തായാലും രേവതിയുടെ കാല് ഭേദമായി അവൾ എഴുന്നേറ്റ് നടന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോവും. അതിനുള്ളിൽ ശ്രുതിയുടെ അഹങ്കാരവും കള്ളക്കളിയും ഞാൻ അവസാനിപ്പിക്കും. അവളെ ഞാനൊരു പാഠം പഠിപ്പിക്കും. ഈ അച്ഛമ്മ ആരാണെന്ന് അവക്ക് ശരിക്കും മനസ്സിലാകും. അതിന് കഴിഞ്ഞില്ലെങ്കിലേ എന്റെ പേര് കലാവതി എന്നല്ല.